നമുക്ക് ഇന്നൊരു ഡബിളിങ്സ് ഉണ്ടാക്കാം. സൗദിയിൽ സമൂസ കഴിഞ്ഞാൽ പിന്നത്തെ ഒരു പ്രധാനപ്പെട്ട സ്നാക്കാണ് ഈ ഡബിളിങ്സ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദാപ്പൊടി, അതിലേക്ക് 1 സ്പൂൺ കോൺഫ്ലവർ, അതിലേക്ക് ഒരു 1/4 സ്പൂൺ ഈസ്റ്റ്. ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്, അതുകൊണ്ട് ഈ കൂടെ തന്നെ ചേർക്കുക. പിന്നീട് 1 സ്പൂൺ പഞ്ചസാര, പിന്നീട് ഒരു നുള്ളു ഉപ്പ്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ഇതൊന്ന് നല്ലൊരു ബാറ്റർ ആക്കാം. ഇതിപ്പം ഇതുപോലെ കുറച്ച് ലൂസായിട്ടുള്ള ഈ ഒരു കൺസിസ്റ്റൻസി വേണം ഇതിന് വേണ്ടത്. ഇനി ഇതിലേക്ക് 1 സ്പൂണ് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒരു ഒലിവ് ഓയിലോ ചേർക്കണം, 1 സ്പൂണോളം. ഇനി ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ചൂട് സമയമായതുകൊണ്ട് 1 മണിക്കൂർ മതി. അപ്പോൾ ഇതൊന്ന് പൊങ്ങി വരും. അതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാം. പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാലിൻ്റെ ഒരു കവറിലേക്ക് ഇടുന്ന ഈ മാവ്. ഇത് 1/2 കപ്പ് പഞ്ചസാര, ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് 2-3 ഏലക്ക ഇട്ട് തിളപ്പിച്ച് ഒന്ന് തിക്കായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് 1 സ്പൂൺ ലെമണും കൂടെ ഒഴിച്ചു കൊടുക്കും. നമ്മൾ ആ മാവ് ഒരു പാലിൻ്റെ കവറിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് മേളിലൊരു റബ്ബർ ബാൻഡ് ഇട്ട് ടൈറ്റ് ചെയ്ത്. ഇനി ഇതിൻ്റെ ഈ സൈഡ് നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിൽ കൂടെ ഇതിലേക്ക് കുറേശ്ശെ നമുക്ക് ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പം ഇതിങ്ങനെ കുറേശ്ശെ മാവ് നമ്മൾ കൈ ചെറുതായിട്ട് ഇങ്ങനെ നനച്ചിട്ട് ഇത് ചെറിയ ഓരോ ബോൾസായിട്ട് അങ്ങനെ നമ്മൾ ഡബിളിങ്സ് എല്ലാം പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സിറപ്പ് ഇതിലേക്ക് ഒഴിക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളുത്ത എള്ളും കൂടി ഇട്ട് കൊടുക്കാം. കറുത്തയായാലും കുഴപ്പമില്ല, വെളുത്തയായാലും കുഴപ്പമില്ല.